വിശദമായ വാർത്തയിലേക്ക് പോകുമ്പോൾ ആദ്യത്തെ വാർത്ത എന്തെന്ന് നോക്കാം. വന്ദേ മാതരം വിവാദം. വിദ്യാഭ്യാസ മന്ത്രി ഷംസുദ്ദീൻ നടത്തിയ പരാമർശം ഞെട്ടിപ്പിക്കുന്നതെന്ന മുൻ വ്യവസായ നിയമമന്ത്രി പി രാജീവ്. ഗവർണർ പറഞ്ഞത് അപ്പാടെ ചെയ്യാമെന്നാണ് മന്ത്രി പറയുന്നത്. രാജ്ഭവൻ പറയുന്നത് ചെയ്യാനാണോ സർക്കാർ? എന്നാൽ രാജ്ഭവൻ അത്തരത്തിലൊരു ഉത്തരവ് നൽകിയിട്ടില്ല. ജനാധിപത്യത്തിൽ തെരഞ്ഞെടുത്ത സർക്കാരിനാണ് പ്രാധാന്യം. സ്വാതന്ത്ര്യദിന ആഘോഷവുമായി ബന്ധപ്പെട്ട് വന്ദേമാതരം കൂടി ദേശീയ ഗീതം എന്ന നിലയിൽ ആലപിക്കണം എന്നുള്ള നിർദ്ദേശം സംബന്ധിച്ചുള്ള തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി മുസ്ലിം ലീഗ് നേതാവിൻ്റെ പ്രതികരണം ഞെട്ടിപ്പിക്കുന്നതാണ്. അതിലൊന്ന് അദ്ദേഹം പറഞ്ഞത് രാജ്ഭവൻ അയച്ചു തന്നതല്ലേ, കൊടുക്കാതിരിക്കാൻ പറ്റുമെന്നുള്ളതാണ്. സാധാരണ എല്ലായിടത്തേക്കും ചീഫ് സെക്രട്ടറിമാർക്ക് നേരിട്ട് കേന്ദ്രം അയച്ചതായിട്ടാണ് പല സ്റ്റേറ്റിലെയും അവരുടെ നിർദ്ദേശങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ അത് പറഞ്ഞാൽ കുറേ കൂടി അപകടത്തിലാകുമോ എന്ന് കരുതിയിട്ടാകണം രാജ്ഭവൻ്റെ പേരിൽ കൂടി അത്തരം കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവുക. ഇനി രാജ്ഭവൻ പറഞ്ഞാൽ തന്നെ ഒരു ചീഫ് സെക്രട്ടറി നേരെ കത്തയക്കലാണോ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ചെയ്യേണ്ട ഭാഗമെന്നുള്ളത്? നമ്മുടെ ഭരണഘടനയുടെ അടിത്തറ ജനാധിപത്യം കൂടിയാണ്. ആ ജനാധിപത്യത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ്റുകൾക്കാണ് പൂർണ്ണമായ അധികാരം. നേരത്തെ ഗവർണർ സെക്രട്ടറിമാരെ വിളിച്ചാലും അവർക്ക് നിർദ്ദേശം നൽകിയാലും സർക്കാരിൻ്റെ അഭിപ്രായത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് മാത്രമേ തുടർ നടപടികൾ സ്വീകരിക്കാറുള്ളൂ. ഇവിടെ അത്തരത്തിൽ യാതൊന്നുമില്ല. നേരെ ഗവർണർ പറയുന്നത് അപ്പടി തന്നെ സെക്രട്ടറിമാർ, ചീഫ് സെക്രട്ടറി എല്ലാവർക്കും അയക്കാം എന്നാണ് മന്ത്രി പറഞ്ഞതിൻ്റെ ചുരുക്കമെന്നുള്ളത്. അപ്പോൾ അത് വളരെ ഗൗരവമായ ഒരു പ്രശ്നമാണ്. നേരത്തെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാർ ഗവർണർ വിളിച്ച യോഗത്തിൽ പങ്കെടുക്കുകയുണ്ടായി. അത് സംബന്ധിച്ച് ആ വകുപ്പിൻ്റെ മന്ത്രിയുടെ പ്രതികരണം ഞാൻ അറിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ്. ഇവരാരും ഒന്നും അറിയുന്നില്ല. പക്ഷേ BJPയുടെ കാര്യങ്ങളെല്ലാം തന്നെ പൂർണ്ണമായി നടപ്പിലാക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഭരണഘടനാപരമായി ദേശീയഗീതത്തിന് അനുമതിയില്ല. പുതിയ ഗവൺമെന്റ് വന്നതിന് ശേഷം കാവ്യവൽക്കരണം നടക്കുകയാണ്. മന്ത്രിമാരുടെ പ്രതികരണം സർക്കാരിന്റെ കൂട്ടുത്തരവാദിത്വം നഷ്ടപ്പെട്ടതിന്റെ തെളിവാണ്. വന്ദേമാതരത്തിൻ്റെ കാര്യത്തിൽ നാം കാണേണ്ടത് യഥാർത്ഥത്തിൽ നമ്മുടെ ഭരണഘടന ദേശീയ ഗീതം അംഗീകരിച്ചിട്ടില്ല. ഭരണഘടന അസംബ്ലിക്കകത്ത് ജനഗണമനയ്ക്ക് നൽകുന്ന ദേശീയ ഗാനത്തിന് നൽകുന്ന തുല്യ പ്രാധാന്യം വന്ദേമാതരത്തിന് കൂടി നൽകണം എന്നുള്ള ഒരു പൊതു പരാമർശം അതിൻ്റെ അധ്യക്ഷൻ കൂടിയായ രാജേന്ദ്ര പ്രസാദ് നടത്തുകയും അത് അതിൻ്റെ ഭാഗമായി അംഗീകരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ ഭരണഘടനയുടെ 51A ദേശീയ പതാകയും ദേശീയ ഗാനവും മാത്രമാണ് അതിനകത്ത് പ്രതിപാദിക്കുന്നത്. അതുകൊണ്ടാണ് വന്ദേമാതരം എന്നുള്ളത് കമ്പൽസറിയായി ഒരിടത്തും പാടണം എന്ന് സംസ്ഥാനങ്ങളോടോ മറ്റ് സ്ഥാപനങ്ങളോടോ നിഷ്കർഷിക്കാൻ നിയമപരമായോ ഭരണഘടനാപരമായോ കഴിയാതെ വന്നിട്ടുള്ളത്. അത് മറികടക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഒരു പുതിയ നിയമ ഭേദഗതി കേന്ദ്രം കൊണ്ടുവന്നു. അതിലും ഈ മുസ്ലിം ലീഗ് മേധാവായ മന്ത്രി പറയുന്നത് ഇപ്പോൾ ഒരു നിയമമൊക്കെ വന്നല്ലോ, എന്നുവെച്ചാൽ ആ നിയമം വന്നുകൊണ്ട് ഇനി ഞങ്ങൾ മുഴുവൻ പാടാൻ കോറസായി തയ്യാറായിരിക്കുന്നു എന്നതിൻ്റെ അർത്ഥമാണ് അതിനകത്തുള്ളത്. എന്താ നിയമം പറയുന്നത്? പുതിയ നിയമം പറയുന്നതും ദേശീയ ഗീതം പാടാൻ ആരും തടയാൻ പാടില്ല. അത് പാടുമ്പോൾ ആരും അതിനകത്ത് ബഹളം ഉണ്ടാക്കാൻ പാടില്ല. അങ്ങനെ വന്നാൽ അത് ശിക്ഷാർഹമാണ് എന്നതാണ് ഭേദഗതി. അല്ലാതെ എല്ലാ ചടങ്ങിലും ദേശീയ ഗാനം പാടുന്നത് പോലെ തന്നെ ദേശീയ ഗീതം എന്ന നിലയിൽ വന്ദേമാതരം കൂടി പാടണം എന്നുള്ളതല്ല നിയമ ഭേദഗതി. എന്ന് മാത്രമല്ല, എല്ലായിടത്തും പാടണം എന്ന കാര്യം വരുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യം എടുത്തിട്ടുള്ള നിലപാട് സുപ്രീം കോടതിയിലൂടെ വ്യക്തമാണ്. മത്സ്യത്തൊഴിലാളി വിഷയത്തിൽ മുഖ്യമന്ത്രി തൊഴിലാളികളെ അധിക്ഷേപിച്ചു. തിരച്ചിലിൽ വീഴ്ച സംഭവിച്ചതായും മുൻമന്ത്രി പി രാജീവ് പറഞ്ഞു. ഇത്രയും നിരുത്തരവാദപരമായി യഥാർത്ഥത്തിൽ ആ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞത് തീരദേശമല്ലേ, നിങ്ങൾക്കൊക്കെ അറിയാലോ എന്ന് വെച്ചാൽ വളരെ മോശമായിട്ട് തീരദേശത്ത് താമസിക്കുന്ന മുഴുവൻ മനുഷ്യ അധിക്ഷേപിക്കുകയല്ലേ. ഏത് സന്ദർഭത്തിലാണ് ഇതുപോലെ ഒരു അമ്മയ്ക്ക്, ഭാര്യയ്ക്ക്, കുഞ്ഞിന് എല്ലാം തന്നെ തെരുവിൽ റോട്ടിലൊക്കെ വന്നിരിക്കേണ്ട സാഹചര്യം ഉണ്ടായത്? ഏത് ഘട്ടത്തിലാണ്? നേരത്തെ കഴിഞ്ഞ ഗവൺമെൻറ് ഘട്ടത്തിലായിരുന്നുവെങ്കിൽ ഇപ്പോൾ പല സംഘടനകളും വല്ലാതെ പ്രശ്നത്തിലേക്ക് വന്നേനെ. പിന്നെ അവരെല്ലാം ഇതൊന്നും രാഷ്ട്രീയം വേണ്ട എന്നിപ്പോൾ തീരുമാനിച്ച് മിതത്വം പാലിച്ച് ഇറങ്ങിയത് കൊണ്ടും ഇത് സ്വകാര്യ കാര്യമായി ചർച്ച ചെയ്ത് പരിഹരിക്കാമെന്നൊക്കെ വന്ന് അഭ്യർത്ഥിക്കുന്നത് കൊണ്ടും അത്രയും വരുന്നില്ല എന്നുള്ളൂ. നാം കാണേണ്ടത് ഏകോപനത്തിൽ ഇത്രയും പരാജയപ്പെട്ടൊരു കാലം ഉണ്ടായിട്ടുണ്ടോ? ഇത് അത്രയും നേരത്തെ ഊക്കി പോലെയോ അത്രയും വലിയ ദുരന്തമല്ലല്ലോ. അവരകത്ത് ആ കുടുംബത്തെ പോലും വിശ്വാസത്തിലെടുക്കാൻ കഴിഞ്ഞില്ലല്ലോ. ഇത് രാഷ്ട്രീയ പ്രശ്നമല്ലല്ലോ. എല്ലാവരെയും ഒന്നിച്ച് കൊണ്ടുപോയി ഇത്തരം ഘട്ടങ്ങൾ പ്രവർത്തിക്കേണ്ട സംവിധാനം ഒരു സംവിധാനം പ്രവർത്തിച്ചിട്ടില്ല. ആരും അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇത്രയും നിരുത്തരവാദപരമായ ഒരു ഗവൺമെൻറ്റിന് എങ്ങനെ പ്രവർത്തിക്കാൻ കഴിയുന്നു? ഒരു തരത്തിൽ ഏകോപനം ഉണ്ടായിട്ടില്ല. UTV ന്യൂസ്, പാലക്കാട്.